ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കുന്നതിനുള്ള ചർച്ച ഇന്നും തുടരും. വേതന പരിഷ്കരണത്തിനായി കമ്മീഷനെ വെക്കുന്നതടക്കം സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലടക്കം ട്രേഡ് യൂണിയനുകളുടെ സമവായം ഉണ്ടാക്കാനാണ് ശ്രമം. ട്രേഡ് യൂണിയനുകളുമായി ഒത്തുചേർന്നുള്ള ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആശാ സമരക്കാർ. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇന്ന് വീണ്ടും ഒരു ചർച്ച ഉണ്ടാകും എന്ന സൂചനകൾ ഇന്നലെ വന്നിരുന്നു. പക്ഷേ ഈ ട്രേഡ് യൂണിയനുകളെ കൂടെ നിർത്തിക്കൊണ്ട് സമരം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ ആ തരം ഒരു നിലപാടാണ് സർക്കാർ എടുക്കുന്നത് എന്നൊരു വികാരം ആശമാർക്കിടയിൽ ശക്തമാണോ? അവരെങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്? ശ്രീജ, ഈ സമരം ഒത്തുതീരുന്ന ഒരു സൂചനയുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച കഴിഞ്ഞ് വന്ന ശേഷം ആശമാർ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ MG റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതായത് സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അവർ ആവശ്യപ്പെടുന്നത് 21,000 രൂപ ആണ് ഓണറേറിയമായി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന 7,000 രൂപ, അത് 21,000 രൂപ എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുന്നെങ്കിലും 3,000 രൂപയെങ്കിലും കൂട്ടിക്കിട്ടിയെങ്കിൽ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് സമരത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. അതായത് അവർ ആവശ്യപ്പെടുന്നത് 10,000 രൂപ ഓണറേറിയവും സാധാരണ നിലയിൽ കിട്ടുന്ന ഇൻസെന്റീവുകളും. അതിനുശേഷം ഈ ഒരു തീരുമാനം എടുത്ത ശേഷം കമ്മിറ്റിയെ വെക്കട്ടെ, പിന്നീട് ഈ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ആ കമ്മിറ്റി പരിഗണിച്ചോട്ടെ എന്ന നിലയ്ക്കാണ്. മാത്രമല്ല, ഇനിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യത പെട്ടെന്ന് ഇന്ന് അവർ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ തന്നെ സമരസമിതിയുടെ നിലപാട് വ്യക്തമായിരുന്നു. കാരണം മന്ത്രിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിയുണ്ടാകുന്നു, റോഡ് ഉപരോധിക്കുന്നു, ഒരു തരത്തിലും ഈ കമ്മിറ്റി രൂപീകരണവുമായി സഹകരിച്ച് പോകാൻ കഴിയില്ലെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇനി ട്രേഡ് യൂണിയനുകളുമായി ചേർന്നുള്ള ചർച്ച അതിന് തങ്ങളില്ല എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കാരണം ട്രേഡ് യൂണിയനുകൾ എല്ലാം തന്നെ INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചത്. മാത്രമല്ല, INTUCയുടെ നിലപാട് നേരത്തെ ചന്ദ്രശേഖരൻ എടുത്തത്, INTUCയുടെ അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രശേഖരൻ കൈക്കൊണ്ട നിലപാട് ഈ സമരത്തിന് വിരുദ്ധമായ നിലപാടാണ്. പിന്നീട് ഒരു വാർത്താക്കുറിപ്പ് അദ്ദേഹം ഇറക്കിയതിൽ പോലും പറയുന്നത് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും നിർബന്ധപ്രകാരം താൻ ഇതിനെ പിന്തുണയ്ക്കുന്നു, തൊഴിൽപരമായി ഇതിനോട് തൊഴിലാളി നേതാവ് അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് ഈ സമരത്തിന് അനുകൂലമല്ല എന്നുകൂടി അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തോട്ടന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരന് സർക്കാരിന്റെ ഭീഷണിയുണ്ട്, ഒരുപക്ഷെ അറസ്റ്റിലേക്കൊക്കെ പോയേക്കും. അത് ഭയന്നാണ് ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്ന ആരോപണം മറ്റൊരു വശത്ത് ഉയരുന്നു. ഏതായിരുന്നാലും ഈ ട്രേഡ് യൂണിയനുകളുമായി ചേർന്നുള്ള ചർച്ചയ്ക്ക് തങ്ങളില്ല. മന്ത്രിയുമായുള്ള ചർച്ച മാത്രമേ തങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന കാര്യമാണ് ആശമാർ പറയുന്നത്. ഈ സമരത്തിന്റെ ഭാഗമായി തന്നെ നിരാഹാര സമരം കൂടി നടക്കുന്നുണ്ട്. 15ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഒരു പ്രതീക്ഷയും ലഭിക്കാത്ത തരത്തിലാണ് സമരക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി ഓൺലൈനായി ഈ യോഗത്തിൽ പങ്കെടുത്തത്. പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിലാണ് ധനമന്ത്രി. 2 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി പങ്കെടുത്തത്. കേന്ദ്രത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്ന ഒരു സമീപനം ധനമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇവരെ തൊഴിലാളികളായി പോലും അംഗീകരിച്ചിട്ടില്ല കേന്ദ്രം. അത്തരം കാര്യങ്ങളിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. ഇന്നലത്തെ ചർച്ചയിൽ ഒട്ടും സംതൃപ്തിയില്ലാതെയാണ് ആശമാർ പുറത്തേക്ക് വന്നത്. അതിന്റെ ബാക്കിയാണ്, ആ നിരാശയായിരുന്നു റോഡ് ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ അവരെ കൊണ്ടെത്തിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും ചർച്ച നടക്കുകയാണെങ്കിൽ അത് തങ്ങളുമായി മാത്രം മതി, തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ മേൽ മതി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശമാർ.